എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെയും മനോഹരമായ ദിവസം രാവിലെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളുടെയും എന്നെ കേൾക്കുന്ന മാന്യമിത്രങ്ങളുടെ അടുത്തേക്കും കടന്നു വരുവാനും അല്പസമയം നിങ്ങളുമായിട്ട് സംസാരിക്കുവാനും സ്വർഗത്തിലെ ദൈവം എനിക്ക് വഴിവാതിൽ തുറന്നു തന്നതിന് ഞാൻ ദൈവത്തിൻ്റെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്നുകൊള്ളട്ടെ. ലോകത്തിൽ ഇന്ന് ധാരാളം തരത്തിലുള്ള ആളുകൾ താമസിക്കുന്നുണ്ട്, വസിക്കുന്നുണ്ട്. ബുദ്ധിമാന്മാരായ ആളുകൾ, ബുദ്ധികെട്ടവർ, ധനവാന്മാർ, ധനമില്ലാത്ത പാവപ്പെട്ടവർ ജീവിക്കുന്നു. ചില സാഹചര്യങ്ങളിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മനുഷ്യൻ ധനം സമ്പാദിക്കുന്നു, ചിലരുടെ സമൂഹത്തിലെ ഉന്നത ശ്രേണിയിൽ എത്തിച്ചേരുന്നു. വക്രതയിലൂടെയും ചതിയിലൂടെയും സ്വാർത്ഥതയിലൂടെയും കള്ളത്തരത്തിലൂടെയും വെട്ടിപ്പൊക്കുന്ന അനേക സൗധങ്ങൾ, മണിമാളികൾ, സ്വപ്നങ്ങൾ ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ തച്ചൊളിച്ച് പോകും എന്നുള്ളത് നാം മനസ്സിലാക്കണം. ലോകത്തിൽ ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെയും അതെല്ലാം നശിച്ചു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അസ്ഥാനത്തായി തീർന്നിട്ടുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇവിടെ ആരാണ് നല്ലവൻ, ആരാണ് ചീത്ത എന്ന് നമുക്ക് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കാം. ബുദ്ധിമാനായ മനുഷ്യൻ അവൻ ചെയ്യുന്ന ഏത് ക്രൂരതയ്ക്കും അല്ലെ ദുഷ്ടതയ്ക്കും അതിൻ്റേതായിട്ടുള്ള ന്യായങ്ങൾ കണ്ടുപിടിക്കുകയും അതനുസരിച്ച് അവൻ പ്രവർത്തിക്കുകയും ജനങ്ങളെ അതിലൂടെ വഴിതിരിച്ചു വിടുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം സാധാരണപ്പെട്ട ജനങ്ങൾ അത് കേൾക്കുന്നു, അതനുസരിക്കുന്നു. അവർ ബുദ്ധിമാൻ അല്ലെങ്കിൽ പണ്ഡിതൻ്റെ പുറകെ അല്ലെങ്കിൽ വാചകസരത്ത് നടത്തുന്നവരുടെ പുറകെ ഇറങ്ങിത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഞാൻ ഒരു ദിവസം തിരുവനന്തപുരത്തു നിന്ന് പത്തനംതിട്ടയ്ക്കുള്ള ബസ് യാത്രയിൽ 3 പേര് തിരുവനന്തപുരത്തു നിന്ന് കയറി അവർ ഹൈ റേഞ്ചിലേക്ക് പോവുകയാണ്. ഞാൻ ഒരു വല്യപ്പൻ്റെ അടുത്താണ് ഇരുന്നത്. ഏതാണ്ട് 78-80 വയസ്സുള്ള ഒരു പ്രായമായ മനുഷ്യൻ്റെ അടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇവിടെ പോകുന്നു, വിഷമിച്ചിരിക്കുകയാണ്, 2 മക്കൾ വേറെ സീറ്റ് ഇരിപ്പുണ്ട്, എന്താണ് ഇവിടെ പോകുന്നു ചോദിച്ചപ്പോൾ ഞാൻ സെൻട്രൽ ജയിലിൽ നിന്ന് വരികയാണ്, പരോള് കിട്ടി, എൻ്റെ മക്കളാണ് 2 പേര്, ഞങ്ങൾ തോട്ടം തൊഴിലാളികളാണ്, ഞങ്ങൾ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ഞങ്ങളുടെ മുതലാളി ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചു, ഞങ്ങൾ അതിൻ്റെ തിക്ത അനുഭവങ്ങൾ അനുഭവിച്ച് ജയിലിൽ കഴിയുകയായിരുന്നു എന്ന് പറഞ്ഞു. മുതലാളി പറഞ്ഞത്, നിങ്ങൾ കൃത്യമായി ഇന്നതാണെന്ന് നിന്നോട് പറഞ്ഞില്ല, ഇന്നത് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഞാൻ വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ തരികയും നിങ്ങളുടെ കുടുംബത്തെ പോറ്റുകയും ചെയ്തുകൊള്ളാം എന്നുള്ള ഉറപ്പ് ഇവർക്ക് കൊടുത്തു. ഇവരെ പാവങ്ങൾ അതനുസരിച്ച് കുറ്റകൃത്യം ചെയ്തു. മാത്രമല്ല പോലീസ് വിളിച്ചു, ഉപദ്രവിച്ചു, ജയിലിൽ പോയി. ഏതാണ്ട് 1-2 മാസം ഈ മുതലാളി അല്ലെങ്കിൽ പറഞ്ഞ ആൾ അവർക്ക് സഹായങ്ങളൊക്കെ ചെയ്തു. പിന്നീട് അദ്ദേഹം ജയിലിൽ പോയി കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളത് ആ ദുഃഖത്തോടും സങ്കടത്തോടും കൂടി ആ വൃദ്ധനായ മനുഷ്യൻ എന്നോട് സംസാരിച്ചു. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് ശരിയേതാ തെറ്റേതാ നോക്കാതെ തങ്ങളുടെ തൽക്കാലത്തേക്കുള്ള സാമ്പത്തിക ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ഈ പറയുന്ന ആൾ അല്ലെങ്കിൽ ഈ അക്രമം നടത്തണമെന്ന് പറയുന്ന ആൾ കുറച്ച് ദിവസം ചിലപ്പോൾ നമ്മളെ പക്ഷത്ത് നിന്ന് പിന്നീട് അവർ മാറിപ്പോകും. എന്നാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നായിരുന്നാൽ ഒരിക്കലും ഈശ്വരൻ നമ്മളെ വിട്ടു പോവുകയില്ല, ദൈവം നമ്മളെ വിട്ടു പോകത്തില്ല, അല്ലാഹു നമ്മെ വിട്ടു പോകത്തില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം.
നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യനിഷ്ഠയോടും നന്മയോടും പക്വതയോടും വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി ചെയ്താൽ അതായിരിക്കുന്നത്. കല്ല വേറൊരാളുടെ വാക്ക് കേട്ട് നാം പോയാൽ പലപ്പോഴും ചതിക്കുഴിയിലായിരിക്കും ചെന്നപ്പെടുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, എന്നെ കേൾക്കുന്ന സഹോദരവർഗമേ, നിങ്ങൾ മറ്റുള്ളവരുടെ തൽക്കാലത്തേക്കുള്ള സാമ്പത്തിക ഉന്നതിക്ക് വേണ്ടി അല്ലെങ്കിൽ തൽക്കാലത്തേക്കുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ചിന്തിക്കാതെ ചെയ്താൽ നിങ്ങളും നിങ്ങളുടെ കുടുംബമായിരിക്കും അനുഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമായ സത്യമാണ്. നമ്മുടെ ചുറ്റുപാടുകൾ നടക്കുന്ന കാര്യങ്ങൾ നാം കാണുകയും അറിയുകയും അനുഭവിക്കുകയും പത്രമാധ്യമങ്ങൾ കൂടി മനസ്സിലാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. തൽക്കാലം ചിലപ്പോൾ മറന്നു വരാം. എന്നാലും വർഷങ്ങൾ കഴിഞ്ഞാലും അത് സത്യമായി തന്നെ വരും. നീതിയായി വരും, ദുഷ്ടയായി തന്നെ വരും എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അത് നമുക്കറിയാവുന്ന സത്യമാണ്. മതപണ്ഡിതന്മാർ, സന്യാസി വീരന്മാർ, പുരോഹിതവർഗം ഇതൊക്കെയും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അവർ തന്നെ അത് ചെയ്താൽ എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും? അവർ നമ്മളെക്കുറിച്ച് ചെയ്യിച്ചാൽ എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കണം. ഇവിടെ സമുദായങ്ങൾ തമ്മിൽ അടിപിടി വഴക്കുമല്ല, സംഘടനകൾ തമ്മിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ഭയങ്കരമായ ആക്രമങ്ങൾ, അനീതികളൊക്കെ കാണിച്ചു കൂട്ടും. പക്ഷേ തൽക്കാലത്തേക്ക് ചിലപ്പോൾ അവരെ സഹായിക്കാനായിട്ട് പാർട്ടിയോ സമുദായമോ പണക്കാരോ അല്ലെങ്കിൽ പറയുന്ന ആളോ ബുദ്ധിമാനോ ഒക്കെ ഉണ്ടായിരിക്കാം. പലപ്പോഴും ഈ കൂട്ടർ നീതിന്യായപ്പെടുത്തിയവരെയും വിലയ്ക്ക് വാങ്ങിക്കുവാൻ കഴിവുള്ളവരായിരിക്കാം. നീതി അവരെ കൈക്കലാക്കി അവരെ കൊണ്ട് തെറ്റായ രീതിയിൽ നീതി നടത്തിക്കുന്നു എന്നുള്ളതും നാം കണ്ട അനുഭവങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കുവാൻ ഈശ്വരവിശ്വാസത്തിലും സ്നേഹത്തിലും സഹോദര്യത്തിലും നമുക്ക് കഴിയാം. ഈശ്വരൻ നമുക്ക് തുണയ്ക്കട്ടെ. ഈ പ്രഭാത സമയം നല്ല ബുദ്ധിയോട് നല്ല രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ ഈശ്വരൻ സഹായിക്കും. താങ്ക് യു വെരി മച്ച്. എൻ്റെ പേര് ബേബി മല്ലശ്ശേരി. എൻ്റെ ഫോൺ നമ്പർ 9744 645 234 9744 645 234. താങ്ക് യു വെരി മച്ച്.